സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും പുതിയ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ? അപ്പൊ അങ്ങനെ നമ്മുടെ ഹാറൂൺ മോനും പുതിയ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാറൂൺ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞേ? മൂന്നാം ക്ലാസ്സിലാണ് ഹാറൂൺ മോൻ എത്തിയിരിക്കുന്നത്. അപ്പം ഞാനും ഹാറൂൺ മോനും കൂടെ ചേർന്നിട്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ ഹാറൂൺ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാം ക്ലാസ്സിലെ എൻവയോൺമെന്റൽ സയൻസ്, അതായത് EVSന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എന്താണ്? ഗ്രീൻ എർത്ത് എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു എന്ന് അറിയാം. കൂട്ടുകാരെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഗ്രീൻ എർത്ത് അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവണിങ്ങ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താണ് ഗ്രീൻ എർത്ത്? പച്ച നിറത്തിലുള്ള ഭൂമി. പച്ച നിറത്തിലുള്ള ഭൂമി അല്ലേ? നമ്മുടെ ഭൂമിയുടെ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എർത്തിന്റെ മോഡൽ എന്താണ്? ഗ്ലോബ് അല്ലേ? നല്ല ഉരുണ്ട ഒരു സാധനം ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റൂ അല്ലേ? അപ്പൊ നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സിനോടോ പറഞ്ഞാല് നിങ്ങളെ ഗ്ലോബ് കാണിച്ചു തരും കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്ലോബിൽ 2 നിറമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഏതൊക്കെ കളറാണ്? പച്ച, പിന്നെ ബ്ലൂ. ഗ്രീനും ബ്ലൂവും കളർ, 2 കളേഴ്സിലാണ് നമുക്ക് ഗ്ലോബ് കാണാനായിട്ട് പറ്റുന്നത്. ഇതില് ഗ്ലോബില് നീല കളറിൽ ഇങ്ങനെ കിടക്കും. കൂടുതൽ ഭാഗങ്ങളും നീല കളറിലാണ് കാണുന്നത്, ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഈ ബ്ലൂ കളർ എന്തിനെയാ കുറിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള കടലിനെ, നമ്മുടെ ഭൂമിയെ ചുറ്റി കിടക്കുന്ന കടൽ അല്ലെങ്കിൽ സമുദ്ര ഭാഗത്തെയാണ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. അതുപോലെ മറ്റു കളർ ഏതായിരുന്നു? പച്ച നിറം. എന്താണ് പച്ച നിറം ഭൂമിക്ക് വരാൻ കാരണം? അത്ര സൈഡ് കരയാണ്. കര നിറച്ച് എന്താ കാണുന്നത്? പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹാറൂൺ പറഞ്ഞു, അപ്പൊ നിങ്ങളും ഇതുപോലെ പറയണം കേട്ടോ. നിങ്ങളുടെ പേരൻസ് ചോദിക്കുമ്പോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയണം? അതിനൊക്കെ മറുപടി കൊടുക്കണം അല്ലേ? നമ്മുടെ ഭൂമി നിറയെ പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അല്ലേ? പ്ലാന്റ്സുകള് നമ്മുടെ ജീവന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സുകൾ കണ്ടിട്ടുണ്ട്? കുഞ്ഞു ചെടികൾ കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെന്തുകൊണ്ട് വലിയ മരങ്ങൾ കണ്ടിട്ടുണ്ട്. ബിഗ് സൈസിലുള്ള ട്രീസ് കണ്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗ്രാസുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഗ്രാസ് എന്താ? പുല്ല്. എന്താണ്? പുല്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? നിലത്തിൽ ഇങ്ങനെ പടർന്ന് കളിക്കുന്നവയാണ് ഗ്രാസുകൾ. പിന്നെന്താണ്? കുറ്റിച്ചെടികൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വലിയ മരങ്ങളും കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള വലിയ ട്രീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? തെങ്ങ്, പ്ലാവ്, പിന്നെന്താ? ആഞ്ഞില. നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചിട്ട് ഓരോ തരത്തിലുള്ള ട്രീസിന്റെയും പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആൽബത്തില് തയ്യാറാക്കി വെക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിന്റെ തുടർന്നുള്ള ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, റെഡി? അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായിട്ടുണ്ട്. ഈ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് കിടക്കുന്നത് ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ഒരു പോയമാണ് അല്ലേ? അപ്പൊ അത് നമ്മൾ പിന്നെ മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആണ് അല്ലേ? ഇതിൽ കിടക്കുന്നത് വിച്ച് പാർട്സ് അല്ലേ? നമ്മൾ പ്ലാന്റ്സുകൾ കണ്ടിട്ടുണ്ട്. പ്ലാന്റ്സിന് ഒരുപാട് പാർട്സുകളുണ്ട് അല്ലെ? ഭാഗങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ചെടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മഷിത്തണ്ടെന്ന് പറയും. അതാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നോക്ക്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നിങ്ങളത് എടുത്ത് നോക്കണം, ഈ പ്ലാന്റ്സിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന്. സൈറ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ഡ്രോയിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ സൈറയ്ക്ക് ഒരു പ്ലാന്റ് വരയ്ക്കണം. പക്ഷെ അവിടെ ആണെങ്കിൽ പ്ലാന്റിന്റെ ഒരു ലൈൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് സ്റ്റെമ്മ് മാത്രമാണ് അവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഭാഗങ്ങളൊക്കെ വരച്ചു ചേർക്കണം. അത് വരച്ചു ചേർക്കണമെങ്കിൽ കൂട്ടുകാർക്ക് എന്തറിയണം? പ്ലാന്റ്സിന്റെ ഓരോ പാർട്സും അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെ പാർട്സുകളാണ് പ്ലാന്റ്സിനുള്ളതെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ആറും വന്നേ. ഇതാണ്
ഒരു പ്ലാന്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. കുറച്ച് പ്ലാന്റിന് നമ്മൾ ആദ്യം പറയേണ്ടത് മണ്ണിനടിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന് ചെടിക്ക്, പ്ലാന്റിന് അല്ലേ? മണ്ണിനടിയിൽ ചെടിയെ ഉറപ്പിച്ചു നിർത്തുന്നത് പ്ലാന്റിന്റെ ഏത് ഭാഗമാണ്? വേര് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയും. വേരെന്ന് ഹാറൂൺ പറഞ്ഞു. വേരെന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് അല്ലേ? ചെടികളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുകയും അവർക്ക് വേണ്ട ആഹാരങ്ങൾ, ധാതു ലവണങ്ങൾ, വാട്ടർ ആൻഡ് മിനറൽസ് ഒക്കെ മണ്ണിൽ നിന്ന് അബ്സോർവ് ചെയ്തെടുക്കുന്ന ആൾ ആരാണ്? റൂട്ട് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വളരാനാണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? നമ്മുടെ പേരൻസ് പറയാറുണ്ട് ഭക്ഷണം കഴിച്ചാലേ എന്തേ ഉള്ളൂ? വളരുള്ളൂ. അതുപോലെ എന്തേ ഉള്ളൂ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസും ആണ് അവര് ചെടികളുടെ ആഹാരം അവർ വലിച്ചെടുക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? വേര് അല്ലെങ്കിൽ റൂട്ട്. എന്താണ്? റൂട്ട്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം പഠിപ്പിക്കുമ്പോ കേട്ടോ. പിന്നെന്താ ഉണ്ട്? അതിന് സ്റ്റെമ്മുണ്ട് അല്ലേ? സ്റ്റെം എന്താ? തണ്ടാണ് സ്റ്റെം എന്ന് പറയുന്നത്. ചെടിയെ നേരെ നിർത്തണമെങ്കിൽ എന്ത് വേണം? സ്റ്റെം വേണം. ഉണ്ടോ? തണ്ട് വേണം അല്ലേ? ആണോ? പിന്നെ ചെടിക്ക് എന്താ ഉള്ളത്? ലീഫുകളുണ്ട് അല്ലേ? ചെടിക്ക് ധാരാളം ലീഫുകൾ ഉണ്ട്. വലിയ ക്ലാസ്സിലോട്ടൊക്കെ ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പഠിക്കും ഒരു പ്ലാന്റിന്റെ കിച്ചൺ ആണ് ആര്? ലീവ്സ്. എന്താണ്? ലീവ്സ്. ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ ലീവ്സ്. അപ്പൊ ചെടിയുടെ പച്ച നിറം കണ്ടോ? ഈ ലീവ്സിന്റെ പച്ച നിറം കൊണ്ടാണ് നമ്മുടെ ഭൂമി എന്താണ്? ഗ്രീനർ, ഹരിത ഭൂമി എന്ന് പറയുന്നത്. ഹരിത ഭൂമി എന്ന് പറയുന്നത് ഗ്രീനർ അല്ലെങ്കിൽ ഹരിത ഭൂമി എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ഈ ഗ്രീൻ കളർ കൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ ഉണ്ട്? ഇല കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ എന്തായി? പൂക്കൾ വരും. പൂക്കൾ വരാനായിട്ട് തുടങ്ങും അല്ലേ? ചെടികൾക്ക് എന്തൊക്കെയാ ഭാഗങ്ങളുള്ളതെന്ന് പറഞ്ഞേ? വേര്, തണ്ട്, ലീഫ്, ഫ്ലവർ ഉണ്ട്. ഫ്ലവർ കഴിഞ്ഞിട്ട് എന്താവും? അതിന്റെ ഫ്രൂട്ട് ആയിട്ട് മാറും. സീഡുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഹാറൂണിനെ കൂടെ ചേർത്തിട്ടാണ് നിങ്ങളോട് എന്താണ് ചെടിയുടെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ ചെടിക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് പ്രധാനപ്പെട്ടതായിട്ടും റൂട്ട് അല്ലെങ്കിൽ വേരെന്ന് പറയും. ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന ചെടിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്സ് ആണ് എന്ത്? റൂട്ട് അല്ലെങ്കിൽ വേര്. പിന്നെ ചെടിയെ നേരെ ബലത്തോടെ നിർത്തണമെങ്കിൽ ഈ വാട്ടർ മിനറൽസ് ഒക്കെ ഒരു വലിച്ചെടുത്തല്ലോ. അപ്പൊ അത് അവരുടെ കിച്ചണിലേക്ക് അവർക്ക് കൊണ്ടുപോകണ്ടേ? ആണെങ്കിൽ അതിനെന്ത് വേണം? സ്റ്റെമ്മ് വേണം. എന്ത് വേണം? സ്റ്റെമ്മ് അല്ലെങ്കിൽ എന്ത് വേണം? തണ്ട്. അതാണ് മലയാളത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ വേര്, തണ്ട്, ഇല. ഇലയാണ് ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. ഗ്രീൻ. മനസ്സിലായോ? കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്നാണ് ഈ ലീവ്സിനെ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ബഡ്സുകളൊക്കെ, മുട്ടുകളൊക്കെ ഉണ്ടാവും. ആ മുട്ടിൽ നിന്നാണ് എന്ത് പറയുന്നത്? നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നത്. ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നല്ലേ? മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട് ഹാറൂണിക്ക് വന്നേ? ഏതൊക്കെ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട്? റോസ് ഫ്ലവർ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മള് കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെന്താണ്? ഫ്ലവറിൽ നിന്ന് എന്ത് ചെയ്യും? സീഡുകള് അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. ഫ്രൂട്ട്സിനകത്താണ് പുതിയ ചെടികൾ ഉണ്ടാകാനുള്ള സീഡുകൾ ഉള്ളത്. അപ്പം മനസ്സിലായ കൂട്ടുകാർക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ്? അപ്പൊ ഹാറൂണ് നിങ്ങൾക്ക് പറഞ്ഞു തരും. റൂട്ട്, അങ്ങോട്ട് നോക്കാം. സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ. ഓക്കെ, അങ്ങനെ നമ്മള് ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ശരിയാണോ? മനസ്സിലായോ? മനസ്സിലായവരൊക്കെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റെഡി? ഇനി നമുക്ക്
പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, പ്ലാന്റ്സുകൾ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ തരംതിരിക്കാം. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വൃക്ഷങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സുകളും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ആണോ? ആണോ? എല്ലാ മരങ്ങളും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ? നമുക്ക് പ്ലാന്റ്സുകളെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്, എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ ഇരിക്കുന്നത്? സിമിലർ ആണോ എല്ലാവരും? അല്ല. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ആണോ? നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ വീടിന്റെ മുറ്റത്തിറങ്ങി നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കണം. അപ്പൊ എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. എല്ലാവരും പല പല തരത്തിലുള്ള പ്ലാന്റ്സുകളാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. പല നിറത്തിലും പല രൂപത്തിലും പല ഷേപ്സിലും പല വലിപ്പത്തിലും ഒക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ഹാറൂണിനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? നിലത്തൂടെ വളരുന്ന ഗ്രാസുകളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, വലിയ മരങ്ങളുണ്ട്. അപ്പൊ ഹാറൂൺ നമുക്ക് പറഞ്ഞു തന്നെ എന്താണ്, ഗ്രാസുകളുണ്ട് അല്ലേ? ഗ്രാസുകൾ എവിടെയാ വളരുന്നേ? നിലത്തൂടെ പടർന്ന് വളർന്നു. ഗ്രാസുകൾ വളരുന്നത് നിലത്തൂടെ പടർന്നാണ് വളരുന്നത്. പുല്ലുകൾ, ഗ്രാസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല് അല്ലേ? പിന്നെ നമുക്ക് കുറ്റിച്ചെടികൾ കാണാനായിട്ട് പറ്റും അല്ലേ? അത് ഒരുപാട് വലിപ്പമൊന്നുമില്ല, നമ്മുടെ ഇത്രയൊക്കെ നിങ്ങളുടെ വലിപ്പത്തിലൊക്കെ ഉള്ള ചെടികളുണ്ട്. അതിനെയാണ് കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. ഒരുപാട് ഉയരമൊന്നും വെക്കാത്ത കുറ്റിച്ചെടികൾ നമ്മുടെ ചുറ്റുപാട് കാടുകളിലൊക്കെ ഉണ്ടാവത്തില്ലേ, അതിനെയാണ് കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് കാണാം? വലിയ മരങ്ങൾ, ബിഗ് ട്രീസ് നമുക്ക് കാണാൻ പറ്റും. വലിയ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതായത് ചെറിയ പുല്ലുകളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, വലിയ മരങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്താ ആദ്യം പറഞ്ഞത്? എല്ലാവരും സിമിലർ അല്ല, പിന്നെന്തുണ്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമുക്ക് ചുറ്റുവട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ? അപ്പൊ ചോദിച്ചിരിക്കാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്ത് വ്യത്യാസമാണുള്ളത്? ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പ്ലാന്റ്സിനെ എന്താ പറയുന്നത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, തരംതിരിക്കാനായിട്ട് പറ്റുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾക്ക് തരംതിരിക്കാം അല്ലേ? ചെറിയ ഗ്രാസുകളുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ചെടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങളെ കാണിക്കുന്നത്, മുമ്പ് കാണിച്ചതാണ്, പ്ലാന്റ്സിൻ്റെ പാർട്സുകളെ പറ്റി പറഞ്ഞപ്പോൾ കാണിച്ചൊരു ചെടിയാണ്. ഇതാണ് മഷിത്തണ്ട് എന്ന് പറയും. മഷിത്തണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ലേറ്റ് ഒക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇതിൽ കൂടുതലായിട്ടും വാട്ടർ കണ്ടന്റ് ധാരാളമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. അതുപോലെ തന്നെ ഇതാ നോക്ക്, കണ്ടോ? മറ്റൊരു തരത്തിലുള്ള ചെടിയാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടോ? കണ്ടോ? വളരെ നീളമുള്ള ലീവ്സാണ്. കണ്ടോ? കണ്ടോ? ഇതിനും തമ്മിൽ വ്യത്യാസമില്ലേ? പലതരത്തിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പം അതായത് അവയെ സൈസിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെടികളെ തരംതിരിക്കാം. കണ്ടോ? പലതരത്തിൽ പല രൂപത്തിലൊക്കെ ആയിട്ടാണ്. ഇതെന്താണ്? ടപ്പിയോക്ക അല്ലേ? ടപ്പിയോക്ക ലീഫ്, അതായത് കപ്പയുടെ ലീഫാണ് ഇത്. കണ്ടോ? ഇതിൻ്റെ ലീവ്സ് കണ്ടോ? കണ്ടോ? അതുപോലെ തന്നെ ഇത് ഹിബിസ്കസ് പ്ലാന്റ് ആണ്, ചെമ്പരത്തി. കണ്ടോ? ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ? അപ്പോൾ എന്താണ്? പലതരത്തിലാണ് ചെടികൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചെടികൾ തരംതിരിക്കാൻ പറ്റുന്നത്, ഒന്ന് വലിപ്പം, സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ തിരിക്കാം. പിന്നെ എന്തിനായിട്ട് തിരിക്കാം? അവയുടെ ലൈഫ് സ്പാൻ, അവ എത്ര നാളുകൾ ജീവിക്കുന്നു, അവയുടെ ആയുസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലൈഫ് സ്പാനിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തിരിക്കാം. പിന്നെ എങ്ങനെ തിരിക്കാം? ഫ്ലവേഴ്സ് അല്ലേ? പലതരത്തിലുള്ള ഫ്ലവേഴ്സ് കാണപ്പെടാം. അതുപോലെ തന്നെ കളേഴ്സിൽ എല്ലാ പ്ലാന്റ്സുകളും ഒരേ കളറിലാണോ? അല്ല, പച്ച നിറത്തിൽ മാത്രമല്ല നമുക്ക് പ്ലാന്റ്സ് കാണാൻ പറ്റുന്നത് അല്ലേ? ചില പൂച്ചെടികളൊക്കെ ഗാർഡനിലൊക്കെ വളർത്തുന്ന ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ലീവ്സൊക്കെ മറ്റു പല നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് അവയെ തരംതിരിക്കാം. സൈസിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കാം, പിന്നെ ലൈഫ് സ്പാൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കാം, പിന്നെന്താണ്, കളേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതിൽ ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീനിൽ തരാം
ഏതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്ലാന്റ്സുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്താണോ തോന്നുന്നത് ഈ ക്ലാസ്സിൽ പരക്കെ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടണം. ഓക്കെ, റെഡി? അപ്പം അങ്ങനെ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.